ഇത് കഴിഞ്ഞ് ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളായിരുന്നു. ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ശുചീന്ദ്രൻ ഉടമ്പടി ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. സ്വാതി തിരുനാൾ സ്ഥാപിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് തിരുവിതാംകൂറിൽ, അത് നമുക്ക് നോക്കാം. ഒന്ന്, കുതിരമാളിക, നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അത് കഴിഞ്ഞ് സിവിൽ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെൻറ് പ്രസ്, നക്ഷത്ര ബംഗ്ലാവ്, അത് കഴിഞ്ഞ് മുൻസിഫ് കോടതി, ജലസേചന മരാമത്ത് വകുപ്പ്, ഇതെല്ലാം നമ്മൾ സ്വാതി തിരുനാൾ സ്ഥാപിച്ചാണ്. ഇനി ഇരയിമ്മൻ തമ്പിയെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് നോക്കാം. സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയാണ് ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവ് എന്ന ഗാനം രചിച്ച ഇരയിമ്മൻ തമ്പിയാണ്. ഉത്തരവ സ്വയംവരം ആട്ടക്കഥ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1847 മുതൽ 1860 വരെ. കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഉത്രം തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ 1857 തിരുവിതാംകൂർ രാജാവ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചവരുടെ 1859 ജൂലൈ 26 അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവനന്തപുരത്തെ രാജാസ് ഫ്രീ സ്കൂളിൽ വാർഷിക പരീക്ഷകളിൽ വിജയികളാവുന്നവർക്ക് സമ്മാനം ഏർപ്പെടുത്തിയ ഭരണാധികാരി ഉത്രം തിരുനാളാണ്. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി. ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് 1857 സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവ്. 1859 അയർലൻഡുകാരനായ ജെയിംസ് ഡാറാസ് മെയിൽ കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി. വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളും അഭിനവ ഭോജൻ കൃഷ്ണദേവരായരും ആന്ധ്ര ഭോജൻ കൃഷ്ണദേവരായർ, ഭക്ഷണ ഭോജൻ രവിവർമ്മ കുലശേഖരൻ. അടുത്ത നേപ്പിയർ മ്യൂസിയത്തെക്കുറിച്ചാണ്. ഉത്രം തിരുനാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിക്കാനായി കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത് 1855 1857 തിരുവനന്തപുരം മ്യൂസിയം സ്ഥാപിച്ചു. ഒരു പുതിയ മന്ദിരം നിർമ്മിക്കുകയും മ്യൂസിയം അതിലേക്ക് മാറ്റുകയും ചെയ്തത് 1880 1880 ആരംഭിച്ച ഈ മ്യൂസിയത്തിന് നൽകിയ പേര് നേപ്പിയർ മ്യൂസിയം എന്നാണ്. നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഡിസൈൻ റോബർട്ട് ചിഷോം. തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും സ്ഥാപിതമായത് 1859. അടുത്തത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂർ രാജാവായി വരുന്നത്. 1860 മുതൽ 1880 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. ഹജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിച്ചത് 1860 1861 സർക്കാർ തപാൽ വകുപ്പ് അഥവാ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കുരുമുളകിൻ്റെയും പുകയിലയുടെയും കച്ചവടത്തിൽ സർക്കാരിനുണ്ടായിരുന്ന കുത്തക പിൻവലിച്ചു. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1860 പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാന് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ എന്ന പദവി 1866 നേടിയ തിരുവിതാംകൂർ രാജാവ്. ജന്മികുടിയ വിളംബരം 1867 നടത്തിയ രാജാവ്. ജന്മികുടിയാൻ വിളംബരം അറിയപ്പെടുന്ന മറ്റൊരു പേര് കാണപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ രാജാവ് 1875 മെയ് 18. 1861 സിവിലും ക്രിമിനലുമായ വ്യവഹാര ക്രമങ്ങളെ സംബന്ധിച്ച നിയമസംഹിതകൾ ഉചിതമായ ഭേദഗതികളോടെ തിരുവിതാംകൂർ നടപ്പിലാക്കി. ആയില്യം തിരുനാളിൻ്റെ കാലത്തെ ദിവാൻമാർ ടി മാധവറാവു, ശേഷയ്യ ശാസ്ത്രി, നാണുപിള്ള. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ലോ കോളേജ് 1870, ഗവൺമെൻറ് ആർട്സ് കോളേജ് 1866, സയൻസ് കോളേജ്, ആലപ്പുഴ വിളക്കുമാടം, തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് എന്നിവ നിർമ്മിക്കപ്പെട്ടത് ആയില്യം തിരുനാളിൻ്റെ കാലത്ത്. തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ ആശുപത്രി, ജനറൽ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോടുകൂടി. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവ്. 1866 ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നൽകിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ. AR രാജരാജവർമ്മ, രാജാ രവിവർമ്മ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എന്നിവർ ആയില്യം തിരുനാളിൻ്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ
അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ചത് ആയില്യം തിരുനാൾ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരി ആയില്യം തിരുനാൾ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയെടുപ്പിച്ച 1869. സെക്രട്ടേറിയറ്റ് പണിയെടുപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ടി മാധവറാവു. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ. ശ്രീ വിശാഖം തിരുനാൾ 1880-1885. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ്. സമ്പൂർണ്ണമായ ഒരു ഭൂസർവേയും കണ്ടെഴുത്തും നടത്തുന്ന മെയ്യിലെ രാജകീയ വിളംബരത്തിലൂടെ പ്രസിദ്ധപ്പെടുത്തിയ രാജാവ്. നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടെഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനിന് ശ്രീ വിശാഖ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവ്. ശ്രീമൂലം തിരുനാൾ 1885 മുതൽ 1924 വരെ. മലയാളി മെമ്മോറിയൽ 1891. എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ 1896. ഇവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. 1886 കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ ഭരണാധികാരി. റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വം ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ്. 1886. 1895 നഞ്ചിപ്പാട്ട് കോതയാർ അണയുടെ നിർമ്മാണം ആരംഭിച്ച രാജാവ്. 1896 തിരുവിതാംകൂറിൽ ജന്മികുടിയാൻ റെഗുലേഷൻ പാസാക്കിയ രാജാവ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 ആരംഭിച്ച രാജാവ്. 1888 തിരുവിതാംകൂറിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആകെ 8. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശ ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസ് 1922. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത് 1904. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം അസംബ്ലിയായത് 1904. പൗരസമത്വവാദ പ്രക്ഷോഭം 1919 നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ്. 1908 മെയ് 27 ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നിവ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. ഒരു പ്രത്യേക വകുപ്പിൻ്റെ കീഴിൽ പൗരസ്ത്യ ഹസ്തലിഖിത ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം ആരംഭിച്ച ഭരണാധികാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ ടി രാമറാവു ആണ്. തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ VGT ഹാൾ പണിയെടുപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ്. 1904 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ട. തിരുവിതാംകൂറിലെയാണ് കൊല്ലം ചെങ്കോട്ട. കേരളത്തിലേത് ബേപ്പൂർ തിരൂരാണ് കേട്ടോ. സ്ഥാപിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷം 1925. 1923 നിയമപ്രകാരമാണ് വന്നത്. മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത് രാമയ്യങ്കാർ. മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാളാണ്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. 1895. തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നത് 1887. തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 5. തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ. ശ്രീമൂലം പ്രജാസഭ. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904 ഒക്ടോബർ 1. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 88. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ. 2019 VGT ഹാളിനെ അയ്യങ്കാളി ഹാളെന്ന് പുനർനാമകരണം ചെയ്തു. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാനുള്ള യോഗ്യതയെന്നത് 100 രൂപയിൽ കൂടുതൽ ഭൂനികുതി അടയ്ക്കുന്നവ, വാർഷിക വരുമാനം 6000 രൂപയ്ക്ക് മുകളിലുള്ളവ. ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മാറ്റം കൊണ്ടുവന്ന നിയമം നിലവിൽ 1905 മെയ് 1.
1905 റെഗുലേഷനിലെ പ്രധാന പ്രത്യേകത ആകെ ജനസംഖ്യയായ 100-ൽ 77 പേരെ ജനങ്ങൾ നോട്ട് തിരഞ്ഞെടുക്കുകയും 23 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്യും. 1905 റെഗുലേഷൻ പ്രകാരം സഭയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ട യോഗ്യത 50 രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവർ, 2000 രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനം, സർവകലാശാല ബിരുദമുള്ളവർ. അടുത്തത് റാണി സേതു ലക്ഷ്മി ഭായ്. സോറി കേട്ടോ, അതില്ല, അത് നമ്മൾ പാർട്ട് 1 എടുത്തതിൻ്റെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് പാർട്ട് 2 അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോയതുപോലെ ആയിപ്പോയെന്നറിയാം, കാരണം ഇത്രയും ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്നിനെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് ടോപ്പിക്ക് ഇട്ടതാണ്. എല്ലാവരും കൃത്യമായിട്ടതൊന്ന് നോക്കുക, മറ്റുള്ള ടെക്സ്റ്റുകളും കൂടി നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.